സോ ഞാനും നിങ്ങളും ഉൾപ്പെടെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ആപ്പിളിൻ്റെ അപ്കമിങ് വോയിസ് റിലീസുകൾ, പ്രത്യേകിച്ച് iOS 19. ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും ലീക്കുകളും പ്രൊവൈഡ് ചെയ്യുന്നതിൽ വളരെ നല്ലൊരു ട്രാക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാർക്ക് ഗ്രമൻ, അതായത് ബ്ലൂംബർഗിൻ്റെ മാർക്ക് ഗ്രമൻ. സോ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ട്വിറ്റല്ല എക്സിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ആപ്പിൾ iOS 19 റിലീസ് ചെയ്യുന്നില്ല. സോ എന്തുകൊണ്ട് ആപ്പിൾ iOS 19 റിലീസ് ചെയ്യുന്നില്ല, അതിന് പകരം എന്തൊക്കെയാണ് ആപ്പിൾ പ്ലാൻ ചെയ്യുന്നത്? നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം അടുത്ത ആഴ്ചയാണ് WWDC. ഈ ഒരു ഇവൻറ്റിൽ വെച്ചാണ് പുതിയ OS റിലീസുകളെല്ലാം നടക്കാൻ പോകുന്നത്. സോ എപ്പോഴാണ്, എങ്ങനെയാണ് നമുക്കിത് കാണേണ്ടത്, ഇങ്ങനെയുള്ള സകല ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. സോ ആപ്പിളിൻ്റെ ആനുവൽ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് ആണ് WWDC. അത് എല്ലാ വർഷവും നടക്കുന്ന അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇവൻ്റാണ്. ഈ വർഷവും അത് അടുത്ത ആഴ്ച, അതായത് ജൂൺ 9-ാം തീയതിയാണ് ഈ ഒരു ഇവൻറ്റ് ആപ്പിൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറയുവാണ്, എല്ലാ വർഷവും ആപ്പിൾ ഈ ഒരു സ്പെസിഫിക് ടൈം പീരീഡിലായിരിക്കും ഈ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ആ വർഷത്തെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആ ഒരു വർഷ കാലയളവിലുള്ള പുതിയ OSകൾ, അതായത് iOS 18 നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടു, അതുപോലെ macOS, watchOS, tvOS, visionOS, ഇങ്ങനെയുള്ള OSകൾ മൊത്തത്തിൽ റിലീസ് ചെയ്യുന്ന ഒരു ഇവൻറ്റും, അതോടൊപ്പം നമ്മളുടെ ഐഫോണിൽ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെയൊക്കെ ഡെവലപ്പേഴ്സിന് വിവിധങ്ങളായിട്ടുള്ള ഡെവലപ്മെൻറ്റ് സൈഡ് ചേഞ്ചസുകളും അപ്ഡേറ്റുകളും അതിൽ ലോകമെമ്പാടുമുള്ള തിരഞ്ഞെടുക്കുന്ന കുറച്ച് ഡെവലപ്പേഴ്സിന്, അതിൽ സ്റ്റുഡൻറ്റ് ഡെവലപ്പേഴ്സും കാണും, അതോടൊപ്പം തന്നെ ഇൻഡി ഡെവലപ്പേഴ്സും കാണും. ഇവർക്ക് കാലിഫോർണിയയിൽ ആപ്പിളിൻ്റെ ക്യാമ്പസ് വിസിറ്റ് ചെയ്യാനും അവിടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഇവൻറ്റ് പങ്കെടുത്തുകൊണ്ട് കുറേ പുതിയ കാര്യങ്ങൾ ഡയറക്റ്റ് ആപ്പിൾ എഞ്ചിനീയേഴ്സുമായിട്ടും ആൻഡ് 1-on-1 സെക്ഷനിലൂടെയും അവർക്ക് പഠിക്കാനും അറിയാനും സാധിക്കുന്ന ഒരു ഇവൻ്റാണ് WWDC. സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഈ WWDC എന്ന് പറയുന്ന ഈ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത്, ഞാൻ പറഞ്ഞ പോലെ, ആദ്യത്തെ ആ ഒരു ദിവസത്തെ ഇവൻറ്റ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഇവൻറ്റ് കഴിയുന്നതോടെ തന്നെ അന്ന് അനൗൺസ് ചെയ്തേക്കുന്ന OSകൾ, പുതിയ macOS, iPadOS, iOS, watchOS, ഇതെല്ലാം ഡെവലപ്പർ ബേറ്റ ആയിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. പുതിയ OS പബ്ലിക്കലി റിലീസ് ചെയ്യുന്നതിന് മുന്നേ 3 മാസം ടൈം പീരീഡ് ഉണ്ട് ഡെവലപ്പേഴ്സിന് ടെസ്റ്റ് ചെയ്യാൻ. അതിനാണ് ഈ ഒരു ഡെവലപ്പർ ബേറ്റ എന്ന് പറയുന്നത്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഡെവലപ്പർ ബേറ്റ ഇൻസ്റ്റാൾ ചെയ്യാനും നമ്മുടെ ഡിവൈസിൽ യൂസ് ചെയ്യാനും സാധിക്കും. പക്ഷേ അതിന് കുറച്ച് റിസ്ക്കുകളുണ്ട്. ആ റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആ ഒരു ടൈമിൽ ഇറങ്ങുന്ന വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ പറയുന്നതായിരിക്കും. സോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇനി WWDC ഇവൻറ്റ് നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവൻറ്റ് ലൈവായിട്ട് ഓൾറെഡി അവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2, ആപ്പിൾ TV ആപ്ലിക്കേഷൻ. ഒന്ന്, ആപ്പിൾ TVയിലൂടെ നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ TV ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഐഫോണിലോ മാക്കിലോ അല്ലെങ്കിൽ ഐപാഡിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ ലൈവായിട്ട് കാണാൻ സാധിക്കും. അത് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയിൽ കാണാൻ സാധിക്കും. പിന്നുള്ളത് യൂട്യൂബാണ്. യൂട്യൂബിൽ നമുക്ക് ലൈവായിട്ട് ആപ്പിളിൻ്റെ യൂട്യൂബ് ചാനൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇത് സാധിക്കുന്നതാണ്. സോ 3 ഓപ്ഷൻസാണ് നമുക്ക് കറൻ്റ്ലി ഉള്ളത്. സോ എങ്ങനെയാണ് കാണേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇത് എപ്പോഴാണ് ഇതിൻ്റെ ടൈം എന്ന് വെച്ചാൽ ഇന്ത്യൻ സമയം രാത്രി 10:30-ക്കാണ്. കൃത്യം 10:30 ആകുമ്പം ഈ ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. വർഷങ്ങളായിട്ട് നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുന്ന നമ്മളുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ അറിയാം, നമ്മൾ ഈ ഒരു ഇവൻറ്റിൻ്റെ ടൈമിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നതായിരിക്കും. ലൈവ് റിയാക്ഷനാണ്. ഈ ഒരു ഇവൻറ്റിൽ നടക്കുന്ന എന്തൊക്കെയാണോ അതിനെപ്പറ്റി ലൈവായിട്ട് പറയുകയും അതിൻ്റെ ലൈവ് റിയാക്ഷൻ നമ്മളുടെ ചാനലിൽ ലൈവായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനിയാണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, iOS 19 ആപ്പിൾ റിലീസ് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ iOS 19 എന്നുള്ള ആ പേര് ആപ്പിൾ റിമൂവ് ചെയ്തു. അതിന് പകരം മാർക്ക് ഗ്രമൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ആപ്പിൾ നെയിമിംഗ് സ്കീമിൽ, അതായത് OSൻ്റെ നെയിമിംഗ് സ്കീമുകളിൽ കുറച്ച് വ്യത്യാസങ്ങൾ, അഴിച്ചുപണികൾ കൊണ്ടുവരുവാണ്. കാരണം നമുക്കറിയാം, ഇപ്പം കറണ്ട് OS ലൈനപ്പ് നോക്കിയാൽ അറിയാം, വളരെ കൺഫ്യൂസിംഗ് ആണ്. കാരണം iOS 18, iPadOS 18, macOS എന്ന് പറഞ്ഞു കഴിയുമ്പം നമുക്ക് ഡൗട്ടാണ്. macOS 18 ആണോ അതോ macOS 16 ആണോ അതോ 15 ആണോ, ഇങ്ങനെ പല ഡൗട്ടുകളാണ്. visionOS ആണെങ്കിലും 2, watchOS ആണെങ്കിൽ 10, 11, ഇങ്ങനെ പല നമ്പേഴ്സാണ് പല OSനും, പല കണക്കുകളാണ്. നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടത്തില്ല ഇതിൽ ഏതാണ് കറൻ്റ്ലി ഉള്ള OS എന്നുള്ളത്. സോ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ആപ്പിൾ ഈ വർഷം മുതൽ 2025 മുതൽ റിലീസ് ചെയ്യുന്ന OSകൾക്ക് നെയിമിംഗ് സ്കീമിൽ മൊത്തത്തിലൊരു ചേഞ്ച്, അഴിച്ചുപണി കൊണ്ടുവരുവാണ്. അതാണ് iOS 26 എന്നുള്ളത്. സോ ഇനി മുതൽ നമുക്ക് iPadOS ആയാലും iPhoneOS ആയാലും watchOS ആണെങ്കിലും tvOS ആണെങ്കിലും macOS ആണെങ്കിലും ഇതിനെല്ലാത്തിനും ഒറ്റ പേരേ ഉള്ളൂ, iOS 26, macOS 26, iPadOS 26, watchOS 26. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് നെയിമിംഗ് സ്കീം, ഈ ഒരു 26 എന്നുള്ളൊരു പേര് കൊണ്ടുവരാൻ ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് 2025 ഇത്. പക്ഷേ OS നമുക്ക് ഒരു ഈ വർഷത്തെ 1/4 ഭാഗം തീരുന്ന സമയത്ത് സെപ്റ്റംബറിലാണ് നമുക്ക് റിലീസ് നടക്കുന്നത്, പബ്ലിക്കലി ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നത്. പക്ഷേ
OS നമ്മൾ പൂർണ്ണമായിട്ടും യൂസ് ചെയ്യാനും അതിൻ്റെ അപ്ഡേറ്റുകളെല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് 2026 കഴിയുമ്പോഴാണ്. അങ്ങനെ ഒരു 6-7 മാസം നമുക്ക് മൊത്തത്തിൽ 2026 ഈ ഒരു OS ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആപ്പിൾ 26 എന്നുള്ള അടുത്ത വർഷത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന 26 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തേക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു നെയിമിംഗ് സ്കീം നമുക്കറിയാം. ഇപ്പം ടെക് ലോകത്തിലാണെങ്കിൽ സാംസങ് 2019 സാംസങ് ഗാലക്സി S10 എന്ന് പറയുന്ന വേർഷൻ അല്ലെങ്കിൽ ഡിവൈസ് മോഡൽ റിലീസ് ചെയ്തു. എന്നാൽ അതിന് തൊട്ടടുത്ത വർഷം 2020 സാംസങ് റിലീസ് ചെയ്തത് S20 Ultra ആണ്. സോ S10 ഒരു വർഷം കൊണ്ടാണ് സാംസങ് S20 എന്ന് പറയുന്ന മറ്റൊരു മോഡലിലേക്ക് ജമ്പ് ചെയ്തത്. സോ ഏകദേശം ഇതേ രീതിയിലായിരിക്കും ആപ്പിളും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത് ഇതേ നെയിമിംഗ് വ്യത്യാസങ്ങൾ 26 എന്നുള്ളത് ബാക്കിയുള്ള OSകളിലും നമുക്ക് റിഫ്ലക്റ്റ് ആവുന്നതായിരിക്കും. പക്ഷേ അതിൽ മാക് OSന് അതിലേറ്റവും ലേറ്റസ്റ്റ് മാക് OS സെക്കോയാണ്. അതിന് മുന്നേ ഉള്ള വെഞ്ചുറ അല്ലെങ്കിൽ മോൺട്രൈ ഇതെല്ലാം എടുത്തു നോക്കിയാൽ കാലിഫോർണിയയിലുള്ള പല ലാൻഡ് മാർക്ക് ബേസ് ചെയ്തിട്ടാണ് ആപ്പിൾ ഈ മാക് OSൻ്റെ പേരുകൾ ഇട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം മുതൽ ആപ്പിൾ ഈ ഒരു ലാൻഡ് മാർക്ക് ഒഴിവാക്കി ലീക്കുകളുടെ പേരിലേക്ക്, അതായത് ലേറ്റസ്റ്റ് ലീക്കുകൾ അനുസരിച്ച് മാക് OS താഹോ എന്നുള്ള പേരിലായിരിക്കും പുതിയ മാക് OS 26 ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. 3 യൂണിഫിക്കേഷനാണ്. OS വൈസ് മൊത്തത്തിലുള്ള ഒരു യൂണിഫിക്കേഷൻ. അതായത് ആപ്പിൾ ഇപ്പം കറൻ്റ്ലി നിങ്ങൾ WWDCയുടെ വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ആപ്പിളിൻ്റെ ഈ ലോഗോ, നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന ലോഗോ ആണെങ്കിലും ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ കാണുന്ന ലോഗോ ആണെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾ WWDCയുടെ വെബ്സൈറ്റിൽ ഓരോ ഓപ്ഷൻസ് കയറുവാണെങ്കിലും അതിനകത്ത് പല ഐക്കണുകൾ അല്ലെങ്കിൽ ഇമേജുകൾ കാണിച്ചിട്ടുണ്ട്, ഗിഫ് ഐക്കണുകൾ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഗ്ലാസി രീതിയിലുള്ള ഒരു ഇമേജുകളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഗ്ലാസി എഫക്റ്റ് തരുന്ന ഒരു ഐക്കൺസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഒരു കാര്യം 100% ഉറപ്പിക്കാം, UI എലമെൻറ്റുകളുടെ കാര്യത്തിൽ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന iOSൻ്റെ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ തുറന്നു വന്നുകൊണ്ടിരിക്കുന്ന UI എലമെൻറ്റുകളിൽ കാര്യമായിട്ടുള്ള ഒരു അഴിച്ചുപണി അല്ലെങ്കിൽ മൊത്തത്തിലൊരു ചേഞ്ച് ഓൾ അക്രോസ് ദ പ്ലാറ്റ്ഫോം നമുക്ക് കാണാൻ സാധിക്കും. iOSൽ മാത്രം ഒതുക്കി നിൽക്കുന്നതല്ല, iPadOSലും മാക് OSലും വാച്ച് OSലും ഈവൻ tvOSലും എല്ലാത്തിലും വളരെ പ്രകടമായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതിൻ്റെ സൂചനകളാണ് നമുക്ക് ഈ ആപ്പിളിൻ്റെ വെബ്സൈറ്റിലൂടെയും നമുക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ വീഡിയോസിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടുള്ള AI ചേഞ്ചസോ ഫീച്ചേഴ്സോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു ഇവൻറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം. ആപ്പിൾ തീർച്ചയായിട്ടും AIനെ മെൻഷൻ ചെയ്യും. അതിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മളുടെ ആപ്പിളിൻ്റെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഫിറ്റ്നസ്, ആപ്പിൾ ഹെൽത്ത് ആപ്പിൽ AI ഇൻ്റഗ്രേഷൻ കൊണ്ടുവരുന്നു. പ്രത്യേകിച്ച് ആപ്പിൾ വാച്ച് യൂസേഴ്സിന് അവരുടെ ഡെയിലി ഫിറ്റ്നസ്സിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളും AI ഇമ്പ്രൂവ്മെൻറ്റ്സ്, വലുതും ചെറുതായിട്ടുള്ള പല ഇമ്പ്രൂവ്മെൻറ്റ്സും ആപ്പിൾ ഹെൽത്ത് ആപ്പിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. 2 എയർപോഡ്സ് ആണ്. എയർപോഡ്സിൽ വരാൻ പോകുന്ന AI ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ലൈവ് ട്രാൻസ്ലേഷനാണ്. അതായത് നമ്മൾ ഈ ഒരു എയർപോഡ് നമ്മൾ ചെവി വെച്ചതിന് ശേഷം മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി അവരുടെ ഭാഷയിൽ അവർ സംസാരിക്കുമ്പോൾ ലൈവായിട്ട് നമ്മുടെ എയർപോഡ്സ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും നമുക്ക് ലൈവായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മളുടെ ഭാഷയിലേക്ക് നമുക്ക് ലൈവ് ട്രാൻസ്ലേഷൻ ലഭിക്കുന്നു എന്നുള്ള മറ്റൊരു AI ഫീച്ചറും കൂടെ ആപ്പിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് ഒരു പരിധി വരെ അറിയാൻ സാധിച്ചത്. ഇനി ഇതിന് പുറമെ മേ ബി നമുക്ക് എന്തെങ്കിലും മൈനറായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സോ ഫീച്ചേഴ്സോ ഒക്കെ AI ബേസ്ഡ് കിട്ടിയേക്കാം. AI എന്നുള്ള വലിയൊരു വിടവ് ആപ്പിളിന് WWDCയിൽ നികത്താൻ സാധിക്കാത്ത ഒരു വിടവ് തന്നെയാണ്. സോ അതിനെ ഒരു പരിധി വരെയെങ്കിലും ഒരു 90 അല്ലെങ്കിൽ 80% വരെയെങ്കിലും അവർക്ക് നികത്താൻ സാധിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ആണ് നമ്മൾ ഈ കാണുന്ന UI എലമെൻറ്റുകളിൽ വരാൻ പോകുന്ന ചേഞ്ചസ്. ഇതിനെല്ലാം പുറമെ നമ്മൾ യൂസേഴ്സിന് എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കാരണം കഴിഞ്ഞ വർഷങ്ങളിലേക്ക് OS റിലീസുകൾ നമുക്കറിയാം സ്റ്റെബിലിറ്റിക്ക് കുറേ പ്രശ്നമുണ്ട്. ചിലപ്പം ഒരു വർഷം സ്റ്റേബിൾ, അതായത് OS വലിയ കുഴപ്പമില്ലാതെ റൺ ചെയ്താൽ അടുത്ത വർഷം വരുമ്പം നമുക്ക് അത് ബുദ്ധിമുട്ടാകും അല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റിയാണ്, ബഗ്ഗുകളുണ്ടാകും. സോ ഏത് OS ആണെങ്കിലും ആപ്പിൾ ഇതിനൊരു മോഡിഫിക്കേഷൻ എന്നുള്ള ലെവലിൽ നിന്നല്ല, iOS 18 ഒരു മോഡിഫൈഡ് വേർഷൻ എന്നുള്ള ലെവലിലല്ല ആപ്പിൾ iOS 8 ഈ ഒരു 26 ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഗ്രൗണ്ട് സീറോ ലെവലിൽ നിന്ന് ആപ്പിൾ ഇതിനെ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെബിലിറ്റിക്ക് ആപ്പിൾ ഈ വർഷം കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഓരോ അപ്ഡേറ്റ് വരുമ്പം ഓരോ തരത്തിലുള്ള സ്വഭാവം അല്ലെങ്കിൽ ബിഹേവിയർ ചേഞ്ചസ് നമ്മുടെ ഡിവൈസുകൾക്ക് വരാറുണ്ട്. സോ അത് കുറയ്ക്കുക, ബഗ്ഗുകളെ മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ സ്റ്റേബിളായിട്ട് ഡിവൈസുകൾ കീപ്പ് ഓൺ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ലെവലിലുള്ള ഒരു OS റിലീസായിരിക്കും iOS
26 അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ അത് തന്നെയാണ് ആപ്പിൾ ഇപ്പം വർക്കൗട്ട് ചെയ്തേക്കുന്നത്. എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ തിങ്കളാഴ്ച ആപ്പിൾ എന്താണ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. സോ സ്റ്റേ ട്യൂൺ. സോ ദിസ് ഇസ് മിലൻ. Catch you guys next video. Until then, peace.